നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനായി പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം എന്ന കൊച്ചു ഗ്രാമത്തിൽ ഈ അടുത്ത കാലത്ത് തുടക്കം കുറിച്ച വില്ലേജ് ക്യാപിറ്റൽ എന്ന ഒരു ചെറിയ എക്സോട്ടിക് ഫാമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുന്നന്താനം ചങ്ങനാശ്ശേരി റോഡിൽ തോട്ടപ്പടിയിൽ നിന്ന് അല്പമുള്ളിലോട്ട് കയറിയാൽ വില്ലേജ് ക്യാപിറ്റലിൽ എത്താം. റോഡരികിൽ വില്ലേജ് ക്യാപിറ്റൽ എക്സോട്ടിക് ഫാം ആൻഡ് ചിൽഡ്രൻസ് പാർക്ക് എന്ന ബോർഡും സൈനേജുമുണ്ട്. പ്രശസ്ത കങ്ഫു മാസ്റ്ററും യോഗാചാര്യനുമായ MG ദിലീപാണ് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ വില്ലേജ് ക്യാപിറ്റൽ എന്ന ഫാം തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രീ ദിലീപ് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം ദിലീപ്. താങ്കളൊരു കങ്ഫു മാസ്റ്ററും യോഗ ഇൻസ്ട്രക്ടറുമാണ്. കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനുമാണ്. ഇങ്ങനെയൊരു ഫാമും ടൂറിസം സെൻ്ററും തുടങ്ങാനുണ്ടായ പ്രേരണ എന്തായിരുന്നു? 2020 കൊറോണ സമയത്ത് മനുഷ്യർക്കാർക്കും പുറത്തേക്ക് പോകാൻ വയ്യാതിരുന്നൊരവസ്ഥയിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് ഞാനൊരു കുതിരയെ വാങ്ങിയത്. ഹോഴ്സ് റൈഡിങ് പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അന്നൊരു കുതിരയെ വാങ്ങിയത്. ആ കുതിരയെ വാങ്ങി ഇവിടെ എൻ്റെ പ്ലോട്ടിൽ ഞാനൊരു ചെറിയ ഗ്രൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ടാണ് അന്ന് ഹോഴ്സ് റൈഡിങ് പഠിച്ചത്. പിന്നീട് ഇവിടെ വന്ന് കണ്ട ആൾക്കാരുടെ അഭ്യർത്ഥന മൂലം ഞാനതൊരു ഹോഴ്സ് റൈഡിങ് ക്ലബ്ബായിട്ട് മാറ്റുകയായിരുന്നു ചെയ്തത്. അന്ന് ഹോഴ്സ് റൈഡിങ് ക്ലബ്ബ് കുറേ കാലം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് പിന്നീട് അടുത്ത വ്യത്യസ്തം നാട്ടിലില്ലാത്തൊരു കാര്യം ചെയ്യാമെന്നുള്ള വിചാരത്തിൽ കുറച്ച് ഇഷ്ടപ്പെട്ട പെറ്റ്സുകളെ എല്ലാം വാങ്ങിക്കൊണ്ട് ഇതൊരു ചിൽഡ്രൻസ് പാർക്കാക്കി മാറ്റിയത്. അതാണിപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് എന്നുള്ള വില്ലേജ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചിൽഡ്രൻസ് പാർക്ക് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം എങ്ങനെയുണ്ട്? ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ആൾക്കാരെത്താറുണ്ട്. അവധി ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും ആൾക്കാരെത്താറുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അന്തേവാസികളെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന വിവിധ ഇനം ജീവികളാണ് ഈ ഫാമിലുള്ളത്. പറക്കുന്ന അണ്ണാറക്കണ്ണൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഷുഗർ ഗ്ലൈഡേഴ്സ്, ഇഗ്വാനകൾ, കൊളംബിയൻ ബ്രഹ്മ കോഴികൾ, അമേരിക്കൻ സിൽക്കി കോഴികൾ, ജാപ്പനീസ് ബാണ്ടം കോഴികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള പോരുകോഴികൾ, പോരാടുന്ന ആടുകൾ, ഒരിനം ചെമ്മരിയാടുകൾ, അപരിചിതരെ കണ്ടാൽ ഉരുണ്ട ഒരു ബോൾ രൂപത്തിലാവുന്ന ഹെഡ് ഹോക്സ്, ഗിനി കോഴികൾ, മിനിയേച്ചർ പിങ്ചർ ഡോഗ്, ടർക്കികൾ, ഗിനിപ്പന്നികൾ, യമോ, മുയലുകൾ, കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളക്കുതിരയെന്ന് അവകാശപ്പെടുന്ന ദ്രോണ ഉൾപ്പെടെ 4 കുതിരകൾ, തിരുപ്പതി ദേവസ്ഥാനത്ത് അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന പാൽ ചുരത്തുന്ന പൂങ്കാനൂർ ഇനത്തിൽപ്പെട്ട പശുക്കൾ, ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേക ഇനം പശുക്കൾ, മീൻകുളത്തിൽ നീന്തി തുടിക്കുന്ന താറാവുകൾ. ഇങ്ങനെ നീളുന്നു വില്ലേജ് ക്യാപിറ്റലിലെ അന്തേവാസികളുടെ ലിസ്റ്റ്. ആദ്യമായിട്ടുള്ളത് നമ്മുടെ പഞ്ചാബിൽ നിന്ന് വന്നേക്കുന്ന കുതിരയാണ്. നൊക്ര എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കുതിരയാണത്. കേരളത്തിലെ ഏറ്റവും വലിയ ഫീമെയിൽ കുതിരയാണ്. അപ്പോൾ അതാണ് ഈ വെള്ളക്കുതിര. ഫീമെയിൽ കുതിരയാണ്. 64 ഇഞ്ചോളം ഹൈറ്റ് ഉള്ളത്. മെയിൽ കുതിരകളുണ്ട് ഹൈറ്റ് ഉള്ളത്. ഫീമെയിൽ ഈ വലിപ്പത്തിലുള്ളത് വലുതായിട്ട് വന്നിട്ടില്ല. വെള്ളക്കുതിരകൾ വളരെ കുറവാണ്. വടക്കേ ഇന്ത്യയിലെ വെള്ളക്കുതിരകൾ ധാരാളമുണ്ട്. അവിടുത്തെ വിവാഹങ്ങൾക്ക് വെള്ളക്കുതിര പെൺ വെള്ളക്കുതിരകൾ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് അവിടുന്നാണ് നമുക്ക് കൂടുതലും കുതിരകൾ വരുന്നത്. ഫീമെയിലിനെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ നിൽക്കുന്ന ഈ കുതിര എന്ന് പറഞ്ഞാൽ സ്പോട്ട്ലെസ് ആണ്. അതിൻ്റെ ദേഹത്ത് പാടുകളോ ഒന്നും ഇല്ലാതെ പ്യുവർ വൈറ്റ് ആണ്. അങ്ങനത്തെ കുതിരകളെ കിട്ടാനും കുറച്ച് പാടാണ്. എക്സ്പെൻസീവ് ആണ്. എന്ത് വില കൊടുത്തു? ഇതിനിപ്പം 4 ലക്ഷം രൂപയാണ്. ഇവിടെ 4 കുതിരകളാണുള്ളത്. 3 വലിയ കുതിരകളും ഒരു പോണി വിഭാഗത്തിൽപ്പെട്ട കുതിരയുമാണുള്ളത്. പോണി എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു കുതിര വണ്ടിയുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കുതിര വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഉള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ളതാണ് പോണി ഇനത്തിൽപ്പെട്ടതിനെ വാങ്ങിയിരിക്കുന്നത്. ഇതാണ് പഞ്ചാബിൻ്റെ നൊക്ര ഇനത്തിൽപ്പെട്ട കുതിര. ഫീമെയിലാണ്. കേരളത്തിലെ ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും വലിയ ഫീമെയിൽ കുതിരയാണ്. ഷുഗർ ഗ്ലൈഡർ എന്ന ഇനത്തിൽപ്പെട്ട അണ്ണാന്മാരാണ്. അവർ പകൽ മുഴുവൻ ഉറങ്ങുന്നവരാണ്. രാത്രിയിലെ എഴുന്നേറ്റ് നടക്കാറുള്ളൂ. ഇവരുടെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നവരാണ്. പ്രത്യേകത ഇതാണ്. ഇതിന് വിങ്സ് ഉണ്ട്. ഇതിന് പറക്കാൻ പറ്റും. ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്കൊക്കെ. ഷുഗർ ഗ്ലൈഡർ. ഇത് സൗത്ത് അമേരിക്കയുടെ ഇഗ്വാനകളാണ്. ഇത് ഗ്രീൻ ഇഗ്വാന. ഇത് ഫീമെയിലാണ്. ഇവർ പ്യുവർ വെജിറ്റേറിയൻ ആൾക്കാരാണ്. സാധാരണയായിട്ട് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലയും മുരിങ്ങയിലയും മത്തങ്ങയും ഒക്കെ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. ഇത് ഫീമെയിൽ.
ഇനി അവിടെ ഒരാളുണ്ട്, പുള്ളി മെയിലാണ്. ഇതിൻ്റെ എല്ലാം സ്വദേശം സൗത്ത് അമേരിക്കയാണ്. മിനിയേച്ചർ പിഞ്ചർ എന്ന് പറയുന്ന ഇനത്തിലുള്ള പട്ടിക്കുട്ടിയാണിത്. ഇതിപ്പോൾ ഒരു 5 മാസം ആയതേ ഉള്ളൂ. എങ്കിലും വലിപ്പം ഇനിയും കൂടുതലായിട്ട് വെക്കാനില്ല. ഒരല്പം കൂടെ വലിപ്പം വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ചെറിയ വലിപ്പത്തിലുള്ള പട്ടികളുടെ ഇനത്തിൽപ്പെട്ട ഒരെണ്ണമാണിത്. അതിൻ്റെ ആ ഷേപ്പ് അങ്ങനെയാണ്, തീരെ ഏറ്റവും ചെറുതെന്നുള്ള ടോയ് ആണിത്. കൊച്ചുകുട്ടികളൊക്കെ വന്നാൽ അവർക്കെടുത്ത് കളിക്കാനും ഒക്കെ ആയിട്ടുള്ളതാണിത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. മറ്റുള്ള പട്ടികളാണെങ്കിൽ ചാടിപ്പോവുകയൊക്കെ ചെയ്യും. ഇതിങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് തമിഴ്നാടിൻ്റെ ഫൈറ്റർ ആടാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊമ്പുകളാണ്. അവരുടെ ചില ഉത്സവ സമയങ്ങളിൽ 2 ആടുകൾ തമ്മിലുള്ള ഫൈറ്റ് അതൊക്കെ ചെയ്യുന്ന ആടാണിത്. തമിഴ്നാട്ടിൽ സാധാരണയായിട്ട് ഇതിൻ്റെ കൊമ്പിൽ ഇവിടെ അവർ ഹോൾ ഇട്ടിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. കഴുത്തെ കെട്ടാറില്ല. ഈ കൊമ്പ് ഇത്രയും വലുതായതുകൊണ്ട് ഇതിലാണ് അവർ സാധാരണ കെട്ടാറുള്ളത്. മുള്ളംപന്നിയുടെ ചെറിയൊരു ഇനത്തിൽപ്പെട്ടതാണിത്. ഇത് പെട്ടെന്ന് പരിചയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഒരു ബോളായി. ഇതിനെവിടെയാണ് എന്താണെന്നൊന്നും ആർക്കും കാണാൻ പറ്റില്ല. ഇതിനെ ബോളായിട്ടായിരിക്കുന്നത്. നമ്മുടെ സ്മെല്ല് കിട്ടിക്കഴിയുമ്പോഴാണിത് സാധാരണ രീതിയിൽ കുഴപ്പമില്ലാന്ന് അറിഞ്ഞാൽ മാത്രം തല പുറത്തോട്ട് ഇടുന്നത്. കാലുകളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഒരാൾ നോക്കിയാൽ അതിൻ്റെ കാലമൊന്നും കാണാൻ പറ്റില്ല. പരിചയമില്ലാത്ത ആളാണെങ്കിൽ അപ്പോൾ ഒരു ബോളായിട്ട് മാറും. ഇത് ടർക്കികളാണ്. സംസാരിച്ചാൽ തിരിച്ചു വേണമെങ്കിൽ സംസാരിക്കും. ബാൻഡം എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കോഴികളാണ്. അതിൻ്റെ മെയിലും ഫീമെയിലുമാണ്. അതും തീരെ ചെറിയ വലിപ്പം വെക്കുന്നതാണ്. ഇത്രയും വലിപ്പമേ ഉള്ളൂ. അതിനകത്തെ പൂവൻകോഴി 3-4 ഉണ്ട്. ആ പെടക്കോഴി 2 ഉണ്ട്. അത് മുട്ടയിടുന്ന കോഴികളാണ്. ഏറ്റവും ചെറുതാണ്. ഇത് ഞങ്ങളുടെ ഒരു ഡോങ്കി. കൊച്ചുകുട്ടികളൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പുറത്ത് കയറി ഇരിക്കാറുണ്ട് കുട്ടികൾ. നമ്മുടെ പോണി ഇനത്തിൽപ്പെട്ട കുതിര വണ്ടി വലിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതും തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. തമിഴ്നാടിൻ്റെ 2020 ഞാൻ വാങ്ങിയത് ഈ കുതിരയായിരുന്നു. ഇതിൻ്റെ മുകളിലാണ് എല്ലാ ആൾക്കാരും ഹോഴ്സ് റൈഡിങ് പഠിച്ചത്. ഞാനടക്കമുള്ള ആൾക്കാർ ഒരു 50ഓളം പേര് ഹോഴ്സ് റൈഡിങ് പഠിച്ചത് ഇതിൻ്റെ മുകളിലായിരുന്നു. ഹൈദരാബാദിൻ്റെ സിംഗ് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ആടുകളാണ്. ശരിക്കും അത് ചെമ്മരി ആടുകളാണ്, കുട്ടികളാണ്. ഇനി അതിൻ്റെ കൊമ്പുകളെല്ലാം വലിയ രൂപത്തിൽ വളർന്നു വരും. രോമം ഏറ്റവും താഴെ വരെ രോമം വരും. താറാവുകളും മീനുകളും ഒക്കെയാണ്. അവരെല്ലാവരും എൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് വരികയാണ്. എല്ലാവരും വാ വാ വാ. ഇത്രയും മീനുകൾ അടുക്കലുണ്ടായിട്ട് ഒരു മീനിനെ പോലും താറാവ് പിടിക്കുന്നില്ല. കുതിരപ്പുറത്തുള്ള സവാരിക്കും കുതിരവണ്ടിയിലെ ഒരു സവാരിക്കും 100 രൂപയാണ് ഈടാക്കുന്നത്. കാണികൾക്ക് കൗതുകമായി മുളയിൽ നിർമ്മിച്ചൊരു ഏറുമാടം, ട്രീ ഹൗസ്, കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചിൽഡ്രൻസ് പാർക്ക്, മലഞ്ചെരുവിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പാർക്കിനരികിലുള്ളൊരു ചെറിയ തോട്ടിലൂടെ ഒഴുക്കി വിട്ടിട്ടുമുണ്ട്. പ്രകൃതിരമണീയമായ പശ്ചാത്തലത്തിൽ ഫോട്ടോഷൂട്ടിനും സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ നീളുന്നു വില്ലേജ് ക്യാപിറ്റലിൻ്റെ വിശേഷങ്ങൾ. മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്ക് ഇന്ത്യയുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ, രാധാകൃഷ്ണൻ കുറ്റൂർ. വില്ലേജ് ക്യാപിറ്റൽ എന്താണെന്ന് ഇപ്പോൾ കണ്ടുവല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. താങ്ക് യു.